ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവനൊക്കെ എപ്പോഴാ തിരിഞ്ഞടിക്കുന്നത് പറയാൻ പറ്റില്ല. അവന്റെ അച്ഛന്റെ കാര്യം അറിയാലോ. കൊണ്ടു തുറന്നിട്ട് അവസാനം അവൻ തന്നെ നമുക്ക് ശല്യമാവാതിരുന്നാ മതി. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും അവൻ ശല്യമാവും. ശല്യമാവുമ്പോ അവൻ അവന്റെ അച്ഛന്റെ ഗതി തന്നെ ആയിരിക്കും. വിശേഷങ്ങളൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. അതുപോലെ മതി. സത്യം സമ്മതിച്ചല്ലോ, അത് മതി. നിങ്ങൾ പോയിട്ട് വാ. ദേ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അത് പഠിക്കണ്ട, ഞാൻ കൂടിയുണ്ടല്ലോ. ആ അതാ എന്റെ പേടി. പോയിട്ട് വാ. ഡേ അതിങ്ങി തന്നിട്ട് പോ. ദാ. ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ചാൽ മതിന്നേലോ. നാളെ ഞാനിങ്ങ് വരില്ലേ? നിങ്ങളും രമയും കൂടി ശരിക്കും എവിടെയാ പോകുന്നത്? എന്തിനാ പോകുന്നത്? അതൊക്കെ വലിയ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാ. എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ ഞാൻ അറിയാത്ത എന്ത് രഹസ്യമോ നിങ്ങൾക്ക്? നിന്നോട് ഇവളോട് ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇതിപ്പോ എന്റെയും കുഞ്ഞുങ്ങളുടെയും വലിയൊരു കാര്യമായതുകൊണ്ടല്ലേ പറയാത്തേ. നിങ്ങൾ ഇങ്ങനെ ടൂറ് പോയി നടന്നോ? ഓരോ ദിവസം കഴിയുന്നോറും മനുഷ്യന്റെ സമനില തെറ്റുവാ. മോളെ, നിന്റെ കാര്യം അച്ഛൻ മറന്നിട്ടില്ല. നിനക്ക് വേണ്ടി അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നു തന്നെ. നിന്റെ കാര്യം നടന്നു കിട്ടുന്നവരെ കുഞ്ഞോട് പറയുന്നൊക്കെ അനുസരിക്കണം. അവള് പോവാൻ പറഞ്ഞാ പോണം, വരാൻ പറഞ്ഞാ വരണം. എങ്കിലല്ലേ അവൾക്ക് നമ്മളോടൊരു മമത തോന്നുള്ളൂ. ഒരു കാര്യം മാത്രം ഞാൻ ഇപ്പൊ പറയാം. ഈ യാത്രയോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. അതിനുവേണ്ടി തന്നെ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ ഞാനും ചെല്ലാമെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞത്. തൽക്കാലം അത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ പിന്നീട്. ഇന്ന് രാത്രി കൊട്ടാരത്തിലേക്ക് പോണോന്നാ മഹി പറഞ്ഞിരിക്കുന്നെ. പോയിട്ട് നാളെ രാത്രി തന്നെ തിരിച്ചു വരും. ചന്ദ്രാമ്മയോട് എന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോണെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നെ. ഇതൊന്നും വേറെ ആരും അറിയണ്ട. പറഞ്ഞു തുടങ്ങിയ പിന്നെ എല്ലാം പറയണം. പിന്നമ്മേ, എന്തായാലും നാട്ടിലേക്ക് പോവല്ലേ, അപ്പോ നമ്മുടെ വീട്ടിലും എനിക്കൊന്ന് പോണം. എത്ര നാളായി അവിടേക്കൊന്ന് പോയിട്ട്. ഞാൻ പോയാലും അമ്മ മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. ഒന്നും ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. അച്ഛന് വേണ്ടി ഇതൊക്കെ, അത് മാത്രം അമ്മ ഓർത്താ മതി. ഹലോ. ഹലോ ചേച്ചി, ഇതെവിടെയാ? ഞാൻ കുറച്ച് ദൂരെയാ, ഒരു യാത്രയിലാ. ആ അത് ശരി. അപ്പോ നാട്ടിലില്ലേ? ഹേയ് ഇല്ല, നാളെ തിരിച്ചു വരും. എന്താ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഏയ് അത്യാവശ്യമൊന്നുമില്ല. ആരൊക്കെ ഉണ്ട് കൂടെ? ഞാൻ മാത്രം. നീ എവിടെയാ? ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. അല്ല, കാര്യങ്ങളൊക്കെ എന്തായെന്നറിയാൻ.
കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ആ ശരി ചേച്ചി. അപ്പൊ ചേച്ചി പോയിട്ട് വാ. വന്നിട്ട് കാണാം. ശരി. എന്നാ ഞാൻ പോയിട്ട് വരാം അമ്മേ. അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നേ. ഒരു കുഴപ്പമില്ലാതെ ഞാനിങ്ങ് വരും. അമ്മ പ്രാർത്ഥിക്കണം, അച്ഛനെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗം തെളിയണേന്ന് പ്രാർത്ഥിക്കണം. ആ പിന്നെ ഞാൻ അച്ഛൻ താമസിച്ചെടുത്ത് പോയിട്ടേ വരൂ. ഞാൻ വരുന്നത് വരെ ഇവിടെ ഉള്ളവര് അമ്മ എന്തു പറഞ്ഞാലും അമ്മ പ്രതികരിക്കാനൊന്നും പോരുത്. എന്നാ ശരി അമ്മ. നരേന്ദ്രൻ കൂടെ നടക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. അവനെ എന്നെ സംശയവുമുണ്ടെന്ന് തോന്നുന്നു. ഞാനത് പറയാൻ വരികയായിരുന്നു. നീ എന്തിനാ എല്ലാത്തിനും അവനെ കൂട്ടുപിടിച്ച് കച്ചവടം നടത്തുന്നേ? നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? അതങ്ങനെയല്ല ഭദ്രേട്ടാ. അവനെപ്പോലുള്ള ഒരുത്തൻ കൂടെയുള്ളത് എപ്പോഴും നല്ലതാ. എന്റെ ബുദ്ധി കൊണ്ട് നടക്കാത്ത ചിലത് അവന്റെ ശക്തിയും ചങ്കുറപ്പും കൊണ്ട് നടക്കും. എന്തൊക്കെ സംശയമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് അതേപടി അവൻ അനുസരിച്ചോളും. അങ്ങനെ ഒരുവൻ കൂടെയുള്ളത് നല്ലതല്ലേ? ഇവനൊക്കെ എപ്പോഴാ തിരിഞ്ഞടിക്കുന്ന പറയാൻ പറ്റില്ല. അവന്റെ അച്ഛന്റെ കാര്യം അറിയാലോ. കൊണ്ടു തുറന്നിട്ട് അവസാനം അവൻ തന്നെ നിനക്ക് ശല്യമാവാതിരുന്നാ മതി. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും അവൻ ശല്യമാവും. ശല്യമാവുമ്പോ അവൻ അവന്റെ അച്ഛന്റെ ഗതി തന്നെ ആയിരിക്കും. അവന്റെ അച്ഛൻ ശല്യമായപ്പോഴല്ലേ നമ്മൾ ആ ശല്യത്തെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയത്. ഇതും അത്രയൊക്കെ ഉള്ളൂ.